എന്തായാലും പേൽഗാം ആക്രമണത്തോടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചിരിക്കുകയാണ്. പാകിസ്ഥാനെതിരെ ഇന്ത്യ കടുത്ത നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ക്രിക്കറ്റ് ലോകത്തും പാകിസ്ഥാനെതിരെ ഇന്ത്യ കടുത്ത നടപടികൾ സ്വീകരിക്കണമെന്നും അവരെ പൂർണ്ണമായും ബഹിഷ്കരിക്കണമെന്നുമുള്ള ആവശ്യം ഉയരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഓഗസ്റ്റിൽ നടക്കാനിരിക്കുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ബംഗ്ലാദേശ് പര്യടനവും റദ്ദാക്കിയേക്കുമെന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പേൽഗാം ഭീകരാക്രമണത്തിന് പ്രതികാരമായി പാകിസ്ഥാനെതിരെ ഇന്ത്യൻ സൈന്യം തിരിച്ചടിച്ചാൽ ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ പിടിച്ചെടുക്കണമെന്ന് ബംഗ്ലാദേശ് മുൻ സൈനിക ഉദ്യോഗസ്ഥൻ പറഞ്ഞിരുന്നു. നേരത്തെ ബംഗ്ലാദേശ് റൈഫിൾസ് എന്നറിയപ്പെട്ടിരുന്ന ബോർഡർ ഗാർഡ് ബംഗ്ലാദേശ് മുൻ തലവനായി വിരമിച്ച മേജർ ജനറൽ ALM ഫസ്ലൂർ റഹ്മാനാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പോസ്റ്റിലൂടെ പ്രകോപനപരമായി ഈ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ചൈനയുമായി ചേർന്ന് സംയുക്ത സൈനിക സംവിധാനത്തെക്കുറിച്ച് ചർച്ച ആരംഭിക്കേണ്ടത് ആവശ്യമായി കരുതുന്നുവെന്നും വിരമിച്ച മേജർ ജനറൽ ALM ഫസ്ലൂർ റഹ്മാൻ പറയുന്നുണ്ട്. ബംഗ്ലാദേശിലെ നിലവിലെ ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവായ മുഹമ്മദ് യൂനുസുമായി അടുത്ത ബന്ധം സൂക്ഷിച്ചിരിക്കുന്ന നേതാവാണ് റഹ്മാൻ. എന്നാൽ റഹ്മാൻ നടത്തിയ പരാമർശങ്ങളോട് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ അകലം പാലിച്ചിരിക്കുകയാണ്. ഫസ്ലൂർ റഹ്മാന്റെ പ്രസ്താവനകൾ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്നാണ് മുഹമ്മദ് യൂനുസിന്റെ ഓഫീസിലെ പ്രസ് സെക്രട്ടറി ഷഫീഖുൽ ആലം വ്യക്തമാക്കുന്നത്. ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കാരണം ഇന്ത്യയും BCCIയും ഇന്ത്യൻ ടീമിന്റെ ബംഗ്ലാദേശ് പര്യടനം റദ്ദാക്കാൻ വളരെയധികം സാധ്യതയുണ്ടെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഇത് സംബന്ധിച്ച് ഇന്ത്യ ഔദ്യോഗികമായി തീരുമാനമൊന്നും ഇതുവരെ എടുത്തിട്ടില്ല, അറിയിച്ചിട്ടുമില്ല. മാത്രമല്ല, അടുത്തിടെയാണ് മുഹമ്മദ് യൂനുസ് ചൈന സന്ദർശിച്ചത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് ALM ഫസ്ലൂർ റഹ്മാന്റെ വിവാദ പരാമർശങ്ങളെന്നതും ശ്രദ്ധേയമാണ്. ബംഗ്ലാദേശ് പര്യടനം നിശ്ചയിച്ചതാണ്, എന്നാൽ ഇതുവരെയും അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. നിലവിലെ സാഹചര്യം കാരണം ഇന്ത്യ ബംഗ്ലാദേശ് പര്യടനം റദ്ദാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു സ്രോതസ് പറഞ്ഞതായി ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2025 ഏഷ്യ കപ്പും റദ്ദാക്കിയേക്കാനുള്ള സാഹചര്യം തള്ളാനാവില്ല. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇതിനോടകം വർദ്ധിച്ചു വരുന്ന സംഘർഷവും ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് പരാമർശങ്ങളും 2025 ഏഷ്യ കപ്പ് T20 മത്സരത്തെക്കുറിച്ചും നിരവധി ചോദ്യങ്ങളും സംശയങ്ങളും ഉയർത്തുകയാണ്. സമീപ ഭാവിയിലൊന്നും ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഉണ്ടായേക്കില്ല എന്നും റിപ്പോർട്ട് കൂട്ടിച്ചേർത്തു. ഓഗസ്റ്റിലെ ഇന്ത്യയുടെ ബംഗ്ലാദേശ് പര്യടനത്തിന് ശേഷം സെപ്റ്റംബറിൽ ഏഷ്യ കപ്പ് 2025 നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാനെ ബഹിഷ്കരിച്ച് ഏഷ്യ കപ്പിൽ നിന്ന് പിന്മാറിയാൽ 2025 ടൂർണമെന്റ് ഉപേക്ഷിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ കായിക മേഖലയെ രാഷ്ട്രീയവുമായി കൂട്ടിക്കലർത്തരുതെന്ന് പാകിസ്ഥാന്റെ ഏകദിന ടീം ക്യാപ്റ്റൻ മുഹമ്മദ് റിസ്വാൻ ആവശ്യപ്പെട്ടു. വിരാട് കോഹ്ലി, സ്റ്റീവ് സ്മിത്ത്, ജോ റൂട്ട് തുടങ്ങിയ മുൻനിര താരങ്ങൾ ഉൾപ്പെടെ ക്രിക്കറ്റ് കുടുംബാംഗങ്ങളെ കാണുമ്പോഴെല്ലാം ഞങ്ങൾ സഹോദരങ്ങളെപ്പോലെയാണ് പെരുമാറുന്നതെന്നും പരസ്പരം ധാരാളം കാര്യങ്ങൾ പഠിക്കുന്നു, കായിക രംഗത്തേക്ക് രാഷ്ട്രീയം കൊണ്ടുവരരുതെന്ന് മാത്രമേ തനിക്ക് പറയാനുള്ളൂ എന്നും അദ്ദേഹം പറയുന്നു. പേൽഗാം ആക്രമണത്തിന് ശേഷം പാകിസ്ഥാനുമായുള്ള ക്രിക്കറ്റ് മത്സരങ്ങൾ പൂർണ്ണമായി ബഹിഷ്കരിക്കണമെന്ന ആഹ്വാനം ഇന്ത്യയിൽ ശക്തമായി വരുന്നുണ്ട്. മുൻ ഇന്ത്യൻ ടീം ക്യാപ്റ്റനായ സൗരവ് ഗാംഗുലിയും ഇതിനെ പിന്തുണച്ച് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു.